ധന്യയുടെ ഒക്കെ ഒരു കട്ട ആരാധകനാണ് ഞാൻ. കാരണം ആ വീഡിയോ എന്ന് പറയുമ്പോൾ ഇപ്പോഴും മനസ്സിൽ നിൽക്കും, ഇങ്ങനെ തുറന്നു പറയുന്ന ഒരു സ്ത്രീ. ഞാൻ ആ ചിന്തിക്കുന്നത്, തുറന്നു പറയാൻ കാണിച്ച തൻ്റെ ഇടത്തിന് ഒരു വലിയ ഒരു കൺഗ്രാജുലേഷൻസ് അല്ലേ. അങ്ങനെയാണ് ധന്യ അല്ലേ, എന്തും തുറന്നു പറയും, ഒരാളെയും വകവെക്കത്തില്ല. അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ പറയാം, എനിക്ക് ധന്യ എന്നുള്ള പേര് വിളിക്കുന്നത് ഇഷ്ടമല്ല. എനിക്ക് ധന്യ എന്നുള്ള വിളി ആരോടാണെങ്കിലും, ഇപ്പൊ സുഹൃത്തുക്കളാണെങ്കിലും അറിയുന്ന ബന്ധുക്കളാണെങ്കിലും ഞാൻ പറയും എൻ്റെ പഴയ കാലം, അതായത് എന്നെ പ്രൊട്ടക്ട് ചെയ്യാത്തൊരു കാലമുണ്ട്. എന്നെ ഒരിക്കലും ഇപ്പോഴും ഇല്ല, എന്നാൽ എനിക്ക് സ്വയം ധൈര്യമില്ല എന്നൊരു കാലമുണ്ട്. അതായത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, മറ്റുള്ളവരെ എന്ത് ചെയ്താലും ഒളിച്ചു നിൽക്കുക എന്നൊരു ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടറിന്റെ പേരാണ് ധന്യാന്നുള്ളത്. ആ ക്യാരക്ടർ പേര് വിളിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ തുറന്നു പറഞ്ഞതിന് വരെ ഉൾവലിയേ ഉള്ളൂ. കാരണം അതെനിക്കൊരു മെൻ്റലി, അതായത് എന്നെപ്പോലുള്ള എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാകുന്ന ഒരു മെൻ്റൽ ഇഷ്യൂ ഉണ്ട്. അത് എൻ്റെ ലൈഫിലുണ്ട്. ഇപ്പോൾ അത് തുറന്നു പറയാനുണ്ടായ സാഹചര്യം ആ ഒരു മെൻ്റൽ ഇഷ്യൂ തന്നെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പാട് ബുദ്ധിമുട്ട് ഒക്കെ അനുഭവിച്ച് സ്വന്തം അമ്മ ആരാണെന്ന് പോലും അറിയാത്ത ഒരു അമ്മയാണ് അല്ലേ? അതെ, അറിയാത്തതെന്നല്ല, ഇതുവരെ വളർത്തിയ ഒരാള് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞാൻ നിന്റെ അമ്മയല്ല, അമ്മ ആരാണ് ആ നിൽക്കുന്ന വ്യക്തിയോട്, നിന്റെ അച്ഛനായ വ്യക്തിയോട് ചെന്ന് ചോദിക്കുന്നു പറയുമ്പോൾ അത്രയും നാളും ഞാൻ എന്താ പറയുക, ഇവരെന്തിനാ എന്നെ ഉപദ്രവിക്കണേ, എന്താ പറയുക, ഇത്രയും ഒരു മകളെ കൊന്നേക്ക് ഞാൻ നിങ്ങളെ ജാമ്യത്തിൽ ഇറക്കിക്കോളാന്ന് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞ ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു. അത് കൊറോണ സമയത്ത് തൊട്ട് മുമ്പ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ബാല്യത്തിൻ്റെ സംഭവങ്ങളൊക്കെ പച്ചയ്ക്ക് വിളിച്ചു പറയാൻ തുടങ്ങി. കാരണം ഇനി എന്നെ ടോർച്ചർ ചെയ്യണ്ട, ഉള്ളി വെച്ചുകൊണ്ടിരിക്കണോണ്ടല്ലേ നീ ഇങ്ങനെ ടോർച്ചർ ചെയ്യണേ, കെട്ടിച്ചു വിട്ടലും വീട്ടിലും സമൂഹത്തിലും ബസ്സിലും ഒക്കെ നീ ഇങ്ങനെയാണെന്നും പറഞ്ഞിട്ട് സീക്രട്ടായിട്ടും വിളിച്ച് ഒരു 5-6 പേര് കൂടുന്നിടത്തും അവളിങ്ങനത്തെ ആളാണ് എന്ന് പറയുമ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ ആലുവ വനിതാ സെല്ലിൽ അവിടെ വരെ എൻ്റെ കുഞ്ഞുങ്ങളെ വരെ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് തോന്നി എൻ്റെ മക്കളെ എനിക്ക് വീണ്ടെടുക്കണം, അല്ലെങ്കിൽ എൻ്റെ പോലെ ആവരുത്, അല്ലെങ്കിൽ ഇനിയൊരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്നാലും ധന്യയുടെ തുറന്നു പറച്ചില്ല. അപ്പോൾ തൊട്ടാണ് മീഡിയ എല്ലാവരും ധന്യ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഞാൻ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പരസ്യമായിട്ട് പറയുകയാണ്. സാധാരണ അങ്ങനെ സംഭവിച്ച പോലും പുറത്ത് പറയത്തില്ല. അതെങ്ങനെയാണ് ധൈര്യം വന്ന് തുറന്നു പറഞ്ഞാൽ പീഡിപ്പിക്കപ്പെട്ടു പറയാൻ? വീണ്ടും പീഡിപ്പിക്കണോണ്ട്, വീണ്ടും തുടർച്ചയായിട്ട് നടക്കണോണ്ട്. ഇപ്പോഴും ഇന്ന് എന്താ പറയുക, കഴിഞ്ഞ ഒരു മാസം വരെ എൻ്റെ കയ്യിൽ ഇപ്പുണ്ട്, കമ്മീഷൻ ഓഫീസിൽ പോയി ഞാൻ പരാതി കൊടുത്തിട്ട് അവിടെയും എനിക്ക് മര്യാദ കിട്ടാത്തതിൻ്റെ പേരിൽ, അതായത് ഇങ്ങനൊരു പെണ്ണാണെന്നൊരു സീൽ കുത്തി തരാം. ഒരു പെൺകുട്ടിക്ക് അറിവില്ലാത്ത പ്രായത്തിൽ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ അവൾ ഇതിനെ കൊള്ളോളൂ എന്നുള്ള വളർത്തണത്, അത് നമ്മുടെ സമൂഹം ആദ്യം നിർത്തുക. അല്ലാണ്ട് 3 ലക്ഷം 5 ലക്ഷം കൊടുത്തിട്ടല്ല ആ പെൺകുട്ടിക്ക് നീതി കൊടുക്കണം. ഞാൻ പറഞ്ഞ പീഡിപ്പിക്കപ്പെട്ട ഓരോ പെൺകുട്ടിയും മരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ അവൾക്കൊരു ഐഡന്റിറ്റി മാറ്റി അവളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള നിയമം നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാം അല്ലേ. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ പോലും ഒരു പോലീസും ഒരു പച്ചയ്ക്ക് പാലഘട്ടം ജംഗ്ഷനിൽ കൂടെ ഞാൻ ഓടി പോലീസ് സ്റ്റേഷനിൽ കയറിയാൽ എൻ്റെ വീഡിയോ എൻ്റെ ബാത്റൂമിൽ വരെ നുഴഞ്ഞു കയറി, എൻ്റെ അച്ഛൻ എന്നും പറഞ്ഞ വന്ന ആൾ, എൻ്റെ അപ്പൻ ആണെന്നും പറഞ്ഞ വന്ന ആൾ എൻ്റെ ബാത്റൂമിൽ വരെ ക്യാമറ ഓൺ ആക്കി വന്നിട്ട് ഒരു സിനിമ സെറ്റിൽ പോയാൽ പോലും അയാൾ വരുന്നുണ്ട്. എന്നിട്ട് പോലും അയാൾക്കൊപ്പോഴും നിൽക്കണേ, കാരണം ഞാൻ പിഴച്ചൊരു മകളാണ്. ഈ 30ാമത്തെ വയസ്സിൽ അച്ഛനാണെന്ന് പറഞ്ഞ് വന്ന ആള് എന്ത് യോഗ്യതയുള്ളൊരു മനുഷ്യനാണ് എന്നെ പിഴച്ചവൾ എന്ന് പറയാനായിട്ട്. ആ ആള് ഇപ്പോഴും 3-4 പെണ്ണുങ്ങളായിട്ട് നടക്കണേ. അവർക്ക് നീതിയുണ്ട്. സിഗരറ്റ് വലിക്കാത്ത, കഞ്ചാവ് അടിക്കാത്ത, കള്ളു കുടിക്കാത്ത, വല്ലപ്പോഴും ഒരു ബീർ അടിച്ചാൽ പോലും പറ്റാത്ത ഒരാളാണ് ഞാൻ കഴിക്കാത്ത ആളൊന്നുമല്ല, കഴിക്കും, പക്ഷെ എനിക്കത് പറ്റില്ല, ഫുള്ളൊരു ഇത് കഴിക്കാൻ പറ്റില്ല. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ പച്ചയായിട്ട് സിഗരറ്റ് വലിച്ച് പെറ്റി സ്ഥിരം അടിക്കുന്ന പെൺകുട്ടി എന്നാൽ പോലും ഒരു മര്യാദ അവൾക്ക് കിട്ടും. എന്താ, പെണ്ണിൻ്റെ കോലം. അതേസമയം സിഗരറ്റ് വലിക്കാത്ത, ഒന്നും വലിക്കാത്ത എൻ്റെ ഈ കോലത്തിൽ ചെന്നിട്ട് എൻ്റെ ഈ മൂക്കിൽ ഇതും ജാക്കറ്റും ഷൂവും ബൂട്ടൊക്കെ കണ്ടിട്ട് എൻ്റെ കടിച്ചിട്ട് SI എന്നോട് ചോദിച്ച ചോദ്യമാണ്. എൻ്റെ വീടിൻ്റെ അകത്ത് കയറി വന്നിട്ട് നിൻ്റെ ലൈവ് ഭയങ്കര കൂടുതലാണ്, ഞാൻ വേറെ എന്ത് ചെയ്യും? പോലീസ് സ്റ്റേഷനിൽ എഴുതിയിട്ടല്ല, മനുഷ്യാവകാശ കമ്മീഷൻ ഓഫീസിൽ പോയിട്ട് അവിടെ കിട്ടണില്ല. എൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞു വന്ന് ഞാൻ എൻ്റെ ID പ്രൂഫ് വരെ കാണിച്ചു, ഇത് എൻ്റെ അച്ഛനാണെന്നുള്ള തെളിവെനിക്ക് വേണം. കാരണം ഞാൻ അയാൾ അച്ഛനാണെന്ന് പറയണതിന് കാരണം വേറെ ഒന്നുമല്ല. ഇതിനു മുമ്പ് ഒരു കൊറോണയ്ക്ക് തൊട്ട് മുമ്പ് ആലുവ വനിതാ സെല്ലിൽ എന്നെ വളർത്തിയവർ, ഇതെൻ്റെ അനിയനാണ് മുരളി മേനോൻ, ഇവരുടെ കൂടെ അല്ലാണ്ട് വേറെ പുറത്ത് ഇവൾ ഇറങ്ങാൻ പാടില്ല എന്നൊരു ഓർഡർ എഴുതി വെച്ചു. അതുകൊണ്ടാണ് ഞാൻ അംഗീകരിച്ച് അയാളുടെ ഒപ്പം പോകുന്നത്. കാരണം വേറെ ഒന്നുമല്ല, എനിക്ക് പുറലോകം കാണാൻ പാടില്ല എന്ന് വനിതാ സെല്ലിൽ ആ ഉദ്യോഗസ്ഥ എഴുതിപ്പിച്ചു. അല്ല, ഇങ്ങനെ സാധാരണ ഒരു സമൂഹം അറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടുണ്ട്, ഞാൻ പീഡിപ്പിക്കപ്പെട്ട പെണ്ണാണ്, സമൂഹം അങ്ങനെ കാണത്തുള്ളൂ എന്നുള്ള ചിന്ത ഒരു പക്ഷേ സാധാരണ പെണ്ണുങ്ങൾക്ക് ഉണ്ടാവും. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഒരുപാട്. എന്താ പറയാ, ഒരു 10 വയസ്സിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയാ, 10 വയസ്സിൽ പറയാൻ പറ്റാണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ കൊണ്ട് നടന്നു. പിന്നെയും പുറമെ അവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാരാണ് വീണ്ടും വന്ന് അറ്റാക്ക് ചെയ്ത്. ഞാനിത് പറയുന്നിടത്ത് വരെ അത് പെണ്ണിനുള്ളതാണ്, അല്ലെങ്കിൽ പെണ്ണ് അനുഭവിച്ചാൽ പറ്റുള്ളത്. പുറത്ത് പറഞ്ഞാലും പറഞ്ഞില്ലേലും അനുഭവിക്കണം എന്നൊരു സീലടിച്ചേൽപ്പിച്ചപ്പോൾ അന്നേനി ഒരുത്തന്നെ, അതും ഒന്ന് ആലോചിച്ച് നോക്ക്, പബ്ലിക്കായിട്ട് വന്ന് കയറി ഒരു 15 വയസ്സുള്ള ഒരു പെണ്ണിൻ്റെ ചന്തിക്ക് കുടിച്ചിട്ട് ഇനി ഈ നാട്ടുകാർ മുഴുവൻ നിന്നെ യൂസ് ചെയ്യും.
ഞങ്ങളുടെ ഒപ്പം കിടന്നില്ലെങ്കിൽ, ഇപ്പൊ കിടന്നാലും കിടന്നില്ലെങ്കിൽ നിന്നെ യൂസ് ചെയ്യും ആൾക്കാർ. കാരണം നിന്നെ പബ്ലിക്കായിട്ട് ഞാൻ ചന്തി കുടിച്ചു. ഞാനപ്പോൾ അപ്പുറത്തെ കടയിൽ, തൊട്ടപ്പുറത്തെ കടയിലാണ് പോയി ബ്ലേഡ് പിടിക്കണം. കാരണം ഞാൻ സമയത്ത് എൻ്റെ അച്ഛന് സിഗരറ്റ് പിടിക്കണ ഞാനാണ്. ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു അച്ഛന് സിഗരറ്റ് പിടിക്കാൻ പോണോ പെൺകുട്ടിയാണ് ഞാൻ. അച്ഛന് സോഡ വേണമെന്ന് പറഞ്ഞാൽ സോഡ മേടിച്ചു കൊടുക്കും. സോഡ കുടിക്കാനുള്ള സോഡ ആയിട്ട് എമർജൻസിക്ക് ഇത് വന്നത്, ഡ്രൈവറാണ് അതുകൊണ്ട്. പിന്നെ അച്ഛന് ബ്ലേഡ് പിടിക്കാൻ, ഷേവിംഗ് സെറ്റിന് ബ്ലേഡ് പിടിക്കാൻ പോണ ആൾ ഞാനാണ്, വീട്ടിൽ സാധനം മേടിക്കാൻ പോണ ഞാൻ. കാരണം അന്നത്തെ കാലത്ത് സ്വാഭാവികമാണ്. അപ്പോൾ 1 രൂപ കടത്തിലാണ് ഞാൻ ആ ബ്ലേഡ് മേടിച്ചിട്ടുള്ളത്, പൈസ കൊടുത്തും കൂടിയല്ല. കമലഹാസന്റെ ഒരു സീൻ കണ്ടിട്ട് ഞാൻ പണ്ട് മുതൽ എൻ്റെ അച്ഛനെ, സത്യം പറഞ്ഞ സിനിമയിൽ ഫൈറ്റിലോട്ട് വന്നതും ഇങ്ങനെ ഒരു ക്യാരക്ടർ ആയത് എൻ്റെ അച്ഛനെ അനുകരിച്ച. ആ അച്ഛനെ കണ്ടിട്ടാണ് കമലഹാസന്റെ പടം ഫൈറ്റ്, രജനീകാന്തിന്റെ ഫൈറ്റ് ഒക്കെ കാണുന്നത്. ആ സമയത്ത് കമലഹാസന്റെ ഒരു പടം കണ്ടിട്ട് അതിൽ ബ്ലേഡിന്റെ ഒരു പ്രയോഗമുണ്ട്. കമലഹാസൻ ബ്ലേഡ് വെച്ചിട്ട് ഇങ്ങനെ പോറണേ, വിരലിടെ വെച്ചിട്ട്. സത്യം പറഞ്ഞ ആ സിനിമ കണ്ടിട്ട് ആ ബ്ലേഡ് വാങ്ങി വിരലിടെ വെച്ചിട്ട് ഇവൻ പിടിച്ച കൈ ഉണ്ടല്ലോ, അതാണ് ഞാൻ ചോദിച്ചത്. അവൻ തന്നില്ല കൈ വെട്ടിക്കും. ഞാൻ നോക്കുമ്പോൾ വലത്തു കടത്തൊക്കെ നമുക്കറിയാലോ, പിടിച്ച കൈയുടെ മുകളിലാണ് ഇങ്ങനെ കൈ വെച്ചോണ്ടിരിക്കണേ. ഒന്നൊക്കെ പോറിൽ വെച്ച് കൊടുത്തു. ആദ്യത്തെ പോറിൽ വെള്ളപ്പാട കണ്ടേ. അപ്പൊ ഞാൻ ഓർത്തു ദേവേ മുറിഞ്ഞില്ല, ബ്ലേഡ് വെച്ചിച്ച് മുറിച്ചില്ല. രണ്ടാമത് ഇങ്ങനെ പോറാൻ പോയപ്പോ ബ്ലഡ് ചോര ഇത്ര കണ്ടു. എൻ്റെ കിളി പറഞ്ഞു, അയ്യോ 15 വയസ്സേ ഉള്ളൂ, ഇപ്പം ഇത്രേ ബുദ്ധിയുള്ളൂ. അപ്പൊ പിന്നെ അപ്പുറത്തെ കാലം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒട്ടും ബുദ്ധിയില്ല. അങ്ങനെ ആദ്യമായിട്ട് ചന്തിക്ക് പിടിച്ചവന് ഒന്ന് പോറി വിട്ട് ഇല്ല, അതിപ്പോ വെട്ടിയത് പിന്നെ വിവാദമായി. ഞാൻ എന്താ പറയാ, ഈ ബ്ലേഡ് ബാക്കിയുള്ളത് ഇയാളുടെ മൂത്ത സഹോദരൻ, അതായത് ഇവരുടെയൊക്കെ ഗ്യാങ്ങിന്റെ ഒരു പടി മേലെ നിൽക്കുന്ന ഒരു ഗ്യാങ് ഉണ്ട്, മൂത്ത ചേട്ടന്മാരുടെ ഗ്യാങ്. അതിലേറ്റവും ലീഡറിന്റെ കൈ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ പുതിയ ബ്ലേഡ് മേടിച്ചുള്ളൂ, അടുത്ത വളവെട്ടാന്നും പറഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോയി. പക്ഷേ ആ വഴി അങ്ങോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ ഫ്രണ്ടിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞരമ്പൊക്കെ വെട്ടി, ആള് വടിയാവുന്ന തോന്നുക. അത് കേട്ടപ്പോൾ മൈൻഡ് മാറി. ഞാൻ ഒരാളെ കൊന്നു എന്നുള്ളൊരു പേടി വന്ന് നേരെ വീട്ടിൽ പോയി കട്ടനടി കയറി വിളിച്ചിരുന്നു. ഇപ്പൊ ആൾക്കാർ സമൂഹത്തിന്റെ കണ്ണ ആ പ്രായത്തിൽ വെച്ച് ചോദിക്കും, ആ ഒരു ദുഷ്ട കണ്ണോടെയാണ് കാണുന്നത് അന്നൊക്കെ. ഇപ്പൊ ഇത്തിരി ഭയം, അന്ന് അങ്ങനെ തന്നെയാ. പെണ്ണുങ്ങൾ വരെ അയൽക്കൂട്ടത്തിൽ ഇപ്പോ റെഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സാധനം ഓപ്പൺ ആവും, പച്ചയ്ക്ക് പറയാണ്. പിന്നെ ഒരു ലോകമുള്ളത് അങ്ങനെ ഒരു ലോകം, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും 2ാം കെട്ടുകാരൻ. ഞാൻ അങ്ങനെയാ 2ാം കെട്ടുകാരനെ കിട്ടിയ. അയാള് ഭാര്യ മരിച്ചു, 6ാം മാസത്തിൽ കല്യാണം ആലോചിച്ചു വന്നപ്പോൾ ഞാൻ സാരി കൊടുത്തിക്കണം. കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, അങ്ങനെ ആലോചന വന്നു. അപ്പൊ എനിക്ക് പറ്റിയ ചെക്കൻ അതാണെന്നും പറഞ്ഞിട്ട് 2 മക്കളുടെ അമ്മയായിട്ടാണ് ഞാൻ പോണേ 19 വയസ്സിൽ. അവിടെയും അനുഭവങ്ങൾ വേറെ തന്നെ. അയാൾ 2 കെട്ടി മറ്റേ തോമ്പടി പീഡന കേസിലെ പ്രതിയും കൂടിയാണ്. പക്ഷെ ഇതൊന്നും എനിക്കറിയില്ല. ആ സമയത്ത് ഒളിവിൽ താമസിക്കണം എൻ്റെ വീട്ടിലാ. അപ്പം അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇപ്പോൾ ഒരു സിനിമ ഫീൽഡിൽ എത്തിയിരിക്കും അല്ലേ? ശരിക്കും പറഞ്ഞാൽ സിനിമയിലേക്കുള്ള എൻട്രി നമുക്ക് ചോദിക്കാം. മമ്മൂക്കയുടെ കൂടെ മോഹൻലാലിന്റെ കൂടെ ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇല്ല, അഭിനയിച്ചെന്ന് പറയല്ലേ, ലോകത്തിൽ ഡൂപ്പ് ഇട്ടു. ആ ഡൂപ്പ് എന്താ പറയാ, ശെൽവ മാസ്റ്റർ ആയിരുന്നു. പക്ഷെ അതില് ഒരു 5-6 തവണ വണ്ടി റിട്ടേൺ വന്നിട്ടുണ്ട്. അതായത് ഞാൻ കയറിയിരിക്കും, സ്റ്റാർട്ട് ചെയ്യും, ഹൈക്കോടതിന്റെ ജംഗ്ഷനിലെത്തും, വണ്ടി ടേൺ ചെയ്യുന്ന സമയത്ത് ഒരു ഇതുണ്ട്. അപ്പൊ അത് എന്താണെന്നറിയില്ല, വണ്ടി ഓഫ് ആവും. ഞാൻ ഇറങ്ങിയപ്പോൾ വണ്ടി സ്റ്റാർട്ടാവും. അപ്പോൾ നമ്മളെ കൂടെ ശശി മാസ്റ്ററിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരു വേറൊരു ഫൈറ്റർ ഉണ്ട്. ഫൈറ്റർ വന്നപ്പോൾ പറഞ്ഞു, ഇന്ത പൊണ്ണാ മാസ്റ്റർ, ഇന്ത പൊണ്ണ ഇറക്ക്, ഞാൻ ഡൂപ്പ് ഓടണേ എന്നും പറഞ്ഞിട്ട്. അപ്പം ലാലേട്ടൻ്റെ ഭയങ്കര ഫാനാണ്, ലാലേട്ടനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള. പക്ഷെ സിനിമ ഇറങ്ങിയപ്പോൾ സത്യം പറഞ്ഞ കരയണമായിരുന്നു ഞാൻ. കാരണം ആ ഒരു വണ്ടി അന്ന് മറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ സീനിൽ ലാലേട്ടൻ്റെ ഒപ്പം ഉണ്ടാവണ്ട. അത്രയും ടേക്ക് ഒരു 3 മണി വരെയും പോയിട്ട് ലാലേട്ടൻ്റെ കൂടെ കമ്പൈൻ ഷോട്ടിലുണ്ട് ഇല്ല. കാരണം വണ്ടി പറയണ്ടേ, വണ്ടി ഓഫ് ആയി പോവും. സിൽവ മാസ്റ്റർക്ക് മനസ്സിലാവണല്ലോ, വണ്ടിക്ക് ഒരു കംപ്ലൈന്റും ഇല്ല, റിപ്പയർ ചെയ്ത് ഇപ്പൊ സിൽവ മാസ്റ്റർ കാണണമെങ്കിൽ ഓർക്കും ശരിയാണല്ലോ, കാരണം റിപ്പയർ ചെയ്ത്. പക്ഷെ അന്ന് ആ പയ്യൻ വന്നില്ലെങ്കിൽ ആ സീൻ അവിടെ നടക്കില്ല. കാരണം ഞാൻ എന്നെ വെച്ച് വണ്ടി മറിയണില്ല. അതെന്താന്ന് വെച്ചാൽ എനിക്കും അറിയില്ല കേട്ടോ, അതെന്തായിക്കോ അവിടെ എന്താന്ന് എനിക്കറിയാൻ പോലെ. വണ്ടി കാരണം അതിൽ അപകട സീൻ ഇല്ലെങ്കിൽ ഡൂപ്പിടില്ല. അതിലെന്തോ സീൻ ഉണ്ടായിരുന്നു, പക്ഷെ ആ സിനിമയിൽ അത് കാണിച്ചിട്ടില്ല. പക്ഷെ ആ വണ്ടി ടേൺ ചെയ്ത് വരുന്ന സീനിൽ അത് എന്തുകൊണ്ടാകും ഇത് ആക്സിഡൻസിൻ്റെ ആയില്ല എന്നുള്ളത് എനിക്കറിയാം. വണ്ടി ഓഫാവും, ഞാൻ ഇറങ്ങുമ്പോൾ വണ്ടി രണ്ടാവും, പിന്നെ ഓഫാവും. പിന്നെ നമ്മുടെ സിനിമയിൽ മാത്രമല്ല, പൊതുവെ എല്ലാവർക്കും ഒരു അന്ധവിശ്വാസം ഉണ്ടല്ലോ, ഇന്നതാണ് ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ ഉള്ളത്. അങ്ങനെ ചില അന്ധവിശ്വാസം